ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളൊരു പ്രോബ്ലം നോക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. യൂണിവേഴ്സിറ്റി 4 മാർക്കിന് സാധാരണഗതിയിൽ ചോദിക്കുന്ന ഒരു പ്രോബ്ലംസാണ്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന. കഴിഞ്ഞ ക്ലാസ് കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കാത്തവർക്ക് ഇത് മനസ്സിലാവില്ല. കഴിഞ്ഞ ക്ലാസ്സും എൻ്റെ തുടർച്ചയാണിത്. പ്രോബ്ലമാണ്, നോക്കാം. എക്സ് പർച്ചേസ് a machinery on hire purchase basis HB basis hire purchase basis from Y on January 2017. ഡേറ്റ് കൃത്യമായിട്ട് നോക്കണം. January 1. എക്സ് വൈൻ്റെ കയ്യിൽ നിന്ന് ഒരു മെഷീനറി ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ മെഷീനറി വാങ്ങിച്ചു January 1, 2017. ദ ക്യാഷ് പ്രൈസ് ഓഫ് ദ മെഷീൻ, ക്യാഷ് പ്രൈസ് തന്നിട്ടുണ്ട്. ക്യാഷ് പ്രൈസ് 56,000. 15,000 ഈസ് പെയ്ഡ് അറ്റ് ദ സൈനിങ് ഓഫ് ദ അഗ്രിമെൻറ്റ്. അതിനാണ് ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയാം. സൈൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റിൽ അടക്കുന്ന എമൗണ്ടാണ് ഡൗൺ പേയ്മെൻറ്റ്. ആൻഡ് ദ ബാലൻസ് ഈസ് ടു ബി പെയ്ഡ് 3 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് 15 ഈച്ച്. ബാക്കി വരുന്ന എമൗണ്ട് 15,000 കൊടുത്തു കഴിഞ്ഞ ശേഷം ബാക്കി വരുന്ന എമൗണ്ട് 15,000 ആയിട്ട് 3 വർഷം അല്ലെ ഈക്വലായിട്ട് 3 വർഷം കൊടുക്കും. The rate of interest 5% per annum. Calculate the amount of interest included in each installment. ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും എത്ര ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ ടോട്ടൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ടോട്ടൽ ഇൻട്രസ്റ്റ് എങ്ങനെ? ആകെയുള്ള ക്യാഷ് പ്രൈസ് ഓഫ് ദ മെഷീന് 56,000 ആണ്. അതാണ് ക്യാഷ് പ്രൈസ് അല്ലേ. ടോട്ടൽ ക്യാഷ് പ്രൈസ് 56,000 ആണ്. 15,000 ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. 15,000 ആണ് ഡൗൺ പേയ്മെൻറ്റ്. ബാക്കി വരുന്ന എമൗണ്ട് 3 ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് 15,000. ഓരോ വർഷവും 15,000 രൂപ. അപ്പം 3 ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് 3 ഇൻസ്റ്റാൾമെൻ്റ് ആണ്. അപ്പോൾ 3 × 15 അല്ലേ, 45,000. 45,000. ടോട്ടൽ എമൗണ്ട് 60,000. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ വാങ്ങിക്കുന്ന എമൗണ്ട് 60,000 ആണ്. ക്യാഷ് പ്രൈസ് എത്രയേ ഉള്ളൂ? 56,000. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് 4,000 ആയിരിക്കും അല്ലേ. 56,000 കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്നത് ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ വാങ്ങിക്കുമ്പോൾ എത്ര കൊടുക്കുന്നുണ്ട്? 60,000 കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4,000 ആയിരിക്കും എന്ത് ഇൻട്രസ്റ്റ്, ടോട്ടൽ ഇൻട്രസ്റ്റ്. പക്ഷേ ഇവിടെ ടോട്ടൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനല്ല പറയുന്നത്, ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും എത്ര ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ 3 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് 15,000. ആ ഓരോ 15,000ലും എത്ര വരുന്നുണ്ട്? ഒന്നാമത്തെ വർഷം എത്ര, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ എത്ര ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൽ എത്ര ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൽ എത്ര ഇൻട്രസ്റ്റ് വരുന്നുണ്ട് നോക്കാം. ഒരു 4 കോളം പ്രൊവൈഡ് ചെയ്യാം. പെർട്ടിക്കുലേഴ്സ്, ടോട്ടലി, ഇൻട്രസ്റ്റ്. ഇവിടെ പെർട്ടിക്കുലേഴ്സ്, ടോട്ടലിൻ്റെ ഒരു കോളം, ഇൻട്രസ്റ്റിൻ്റെ ഒരു കോളം, ക്യാഷ് പ്രൈസിൻ്റെ ഒരു കോളം. ഇങ്ങനെ 3 കോളം. അത് നമ്മൾ ക്യാഷ് പ്രൈസ് എത്ര ഉണ്ടെന്ന് നോക്കാം. ടോട്ടൽ ക്യാഷ് പ്രൈസ് 15,000 ആണ്. നമ്മൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് ഡൗൺ പേയ്മെൻറ്റ് ക്യാഷ് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ അത് തന്നതാണ്, 15,000 ആണ്. അപ്പോൾ ഇവിടെ ക്യാഷ് പ്രൈസ് നമ്മൾ കൊടുത്തത് 15,000. ബാക്കി വരുന്ന എമൗണ്ട് 41,000. ഈ 41,000-നാണ് എന്ത് കൊടുക്കേണ്ടി വരിക? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരിക അല്ലേ. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ അകത്ത് എന്തുണ്ടാവും? ക്യാഷ് പ്രൈസും ഉണ്ടാവും, ഇൻട്രസ്റ്റും ഉണ്ടാവും. അതായത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ് അടക്കുന്നത്? 15,000 ആണ്. 15,000 നമ്മൾ പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ 50,000-ൻ്റെ അകത്ത് എന്തുണ്ടാവും? ഇൻട്രസ്റ്റും കൂടി അടങ്ങിയിരിക്കും. അത് എത്രയാണെന്നുള്ള കാണുന്നത്. അപ്പോൾ 41,000 × 5% ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ 2,050 ആണ് എന്തിൽ വരുന്നത്? ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ വരുന്ന ഇൻട്രസ്റ്റ്. അപ്പോൾ 15,000 മൈനസ് 2,050 എത്ര കിട്ടും? 12,950 കിട്ടും. ഫസ്റ്റിലത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ അകത്തുള്ള ക്യാഷ് പ്രൈസ്. അതിൽ വരുന്ന ഇൻട്രസ്റ്റ് 2,050 ആണ്. അപ്പോൾ 41,000 ഡൗൺ പേയ്മെൻറ്റ് കഴിച്ചപ്പം ബാക്കി വരുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ എത്ര അടച്ചു?
ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ 15,000 അടച്ചു. അതിൻ്റെ അകത്ത് ക്യാഷ് എത്രയുണ്ട്? ക്യാഷ് പ്രൈസ് 12,950 ഉണ്ട്. ബാക്കി വരുന്ന എമൗണ്ട് 28,050 ആണ്. 28,050. അപ്പം ബാലൻസ് ഇല്ലേ, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചു കഴിഞ്ഞിട്ടുള്ള ബാക്കി വരുന്ന ബാലൻസ് 20. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് അടക്കണം. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്? 15,000. അപ്പോൾ ആ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് അടക്കുമ്പോൾ അതിൽ എത്ര ഇൻട്രസ്റ്റ് ഉണ്ട്? 28,000 ആണ് എന്തുള്ളത്? ബാക്കി വരുന്ന എമൗണ്ട്. അതിൻ്റെ 5% 1,403 ഉണ്ടാവും. അപ്പോൾ 15,000 മൈനസ് 1,403 എത്ര വരും? 13,575 ആണ് എന്ത് വരുന്നത്? ക്യാഷ് പ്രൈസ് വരുന്നത്. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റിലെ ക്യാഷ് പ്രൈസ്. അതിൽ ഇൻട്രസ്റ്റ് 1,403. അപ്പം സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ അതിൽ എസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എമൗണ്ട് 14,453. അതായത് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന എമൗണ്ട് 14,453. ഇനി ലാസ്റ്റ് നോക്കാം. ലാസ്റ്റ് എത്ര അടക്കാനുണ്ട്? ലാസ്റ്റ് എത്രയാണ് അടക്കുന്നത്? 15,000 ആണ്. ബാക്കി വരുന്ന എമൗണ്ട് 14,453 ആണ്. അതിൻ്റെ 5% 547 മൈനസ് 547. ബാക്കി വരുന്ന എമൗണ്ട് 14,453. 14,453. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് നിങ്ങൾ കാണാൻ പറ്റും ടോട്ടൽ ഇൻട്രസ്റ്റ് 4,000, ടോട്ടൽ ക്യാഷ് പ്രൈസ് 56,000 നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ: കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ്. ഓരോ ഇൻസ്റ്റാൾമെൻറ്റിൽ അടങ്ങിയിരിക്കുന്ന ഇൻട്രസ്റ്റ് എത്രയായിരുന്നാണ് ചോദ്യം. അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 2,050, സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റിൽ 1,403, തേർഡ് ഇൻസ്റ്റാൾമെൻറ്റിൽ എത്രയാണ്? തേർഡ് ഇൻസ്റ്റാൾമെൻറ്റിൽ 547. ടോട്ടൽ 4,000 ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. ടോട്ടൽ ക്യാഷ് പ്രൈസ് 56,000. ഓക്കെ.